കരിസോൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് ഓണംതുരുത്ത്. ഇവിടെ ആ വെട്ടിക്കാട്ട് സണ്ണിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു ചുമട് താങ്ങി അവിടെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ കുട്ടികൾക്കൊന്നും അതെന്താണെന്ന് പോലും ഒരുപക്ഷെ അവർക്കറിയത്തില്ല. നമുക്കറിയാം, അന്നത്തെ കാലത്തൊക്കെ ഈ ചുമടുമായിട്ട് വരുന്നവർ ചന്തയ്ക്ക് വരുന്നവരായിരിക്കാം, ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ചുമന്ന് കൊണ്ടുപോകുന്നവരായിരിക്കാം. ഒന്ന് മടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റും. എന്നിട്ട് അവർക്ക് അല്പം വിശ്രമിക്കാൻ പറ്റും. ഇതിനുശേഷം വീണ്ടും അതെടുത്ത് തലയിൽ വെച്ച് പോകാൻ പറ്റും. ഒരു ചാക്കിട്ട് തറയിൽ കിടക്കുന്നത് തന്നെ എടുത്ത് തലയിൽ വെക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് വലിച്ചു വേണമെങ്കിൽ തലയിൽ വെച്ച് കൊണ്ടുപോകാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ചില സംവിധാനങ്ങൾ അന്നത്തെ കാലത്ത് അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ എൻ്റെ പക്കൽ വരിക, എൻ്റെ അടുക്കൽ ഇരിക്കുക, എന്നിൽ നിന്നും പഠിക്കുക. കർത്താവ് നമുക്ക് ഒരു ചുവട് താങ്ങിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ചുമട് താങ്ങി ഓണംതുരുത്തിൽ ഇരിപ്പുണ്ടെങ്കിലും അതിൻ്റെ പുറത്ത് വെക്കാതെ കണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതിന് പകരം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹപ്രദമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ കഥ അതിങ്ങനെ പോകുന്ന ഇങ്ങനെയാണ്. ഒരു പയ്യൻ അവനിങ്ങനെ പുറത്ത് ഒരു വലിയ കല്ല് വേണേ അവനിങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരിക്കാം അത് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അവൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു ചിന്ത, ഇവിടുന്ന് ഉരുട്ടി അപ്പുറത്ത് വെച്ചേക്കാം. ഇവൻ്റെ അപ്പൻ വരാന്ത ഇരിപ്പുണ്ട് കസേരയിൽ. ഇവന് മാക്സിമം നോക്കി ഇത് ഉരുട്ടി മാറ്റാൻ മാറുന്നില്ല. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് അവനിങ്ങനെ അവൻ്റെ ശ്രദ്ധ മാറ്റി കഴിഞ്ഞപ്പോഴേ അപ്പം പറഞ്ഞു, നീ നിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചോ അത് തള്ളാൻ? ഉപയോഗിച്ചില്ല. ഉടനെ അവൻ വീണ്ടും ഒന്നുകൂടെ പോയി മുഴുവൻ ശക്തി വേണേ വാമപ്പൊക്കെ ചെയ്ത് തള്ളി നോക്കി, എന്നിട്ടും മാറുന്നില്ല. അപ്പം വീണ്ടും അപ്പം പറഞ്ഞു, നീ നിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിരുന്നെങ്കിൽ നിനക്ക് മാറ്റാമായിരുന്നു. അപ്പം എന്നെ ഊതുവാണ്, ഞാൻ മാക്സിമം എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചതാണ്, എന്നിട്ട് എനിക്ക് മാറ്റാൻ പറ്റാഞ്ഞിട്ടാ. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മോനെ, നീ കണ്ടതല്ലേ ഞാനീ വരാന്ത ഇരിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത്, നീ എന്നോടൊന്ന് പറയാമായിരുന്നു, അപ്പാ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൂടെ ഇത് ഉന്തി മാറ്റാൻ പറ്റും. ഞാൻ വരില്ലായിരുന്നോ? വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ മനസ്സിലാക്കാത്ത ഒരു കോമ്പിനേഷൻ പലപ്പോഴും നമുക്ക് വരുത്തുന്ന നഷ്ടം വളരെ വലുതാണ്. ഹ്യൂമൻ എഫർട്ട്, ഡിവൈൻ ബ്ലെസ്സിങ്, രണ്ടുകൂടെ ചേരണം. മുളക് പൊട്ടിക്കുന്നതാണേലും ചേരുവ കറക്റ്റായി വന്നാൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അത് ചായ ഉണ്ടാക്കുന്നതാണേലും ഏത് കാര്യമാണേലും കോമ്പിനേഷൻ കോംബോ കറക്റ്റാകണം. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇറന്ന് കുറേ ചങ്ക് പൊട്ടിയാൽ പോരുന്ന്, ദൈവാനുഗ്രഹം കൂടെ നമുക്കുണ്ടാകണം. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുക. ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അവിടെ കർത്താവ് നോക്കട്ടെ കുടുംബം, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുക. നിങ്ങൾ 1 തീമത്തി അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സന്ദേശം ദൈവം നൽകുന്നത് കാണാൻ പറ്റും. ധനവാന്മാരെ പഠിപ്പിക്കേണ്ട ഒരു സന്ദേശം. അവരോട് പറയുക, നിങ്ങൾ ആശ്രയിക്കേണ്ടത് നശ്വരമായ സമ്പത്തിലല്ല, കാശ് ഇഷ്ടം പോലെ ഉണ്ടാകാം, അതിലല്ല നീ ആശ്രയിക്കേണ്ടത്, അനശ്വരനായ ദൈവത്തിൽ. ഇനി അതിന് ആവശ്യമായ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഔദ്ധത്യം വെടിയണം. ഔദ്ധത്യം ഒരു തരത്തിലുള്ള അഹങ്കാരം എന്ന് വേണേൽ പറയാൻ പറ്റും. അത് വെടിയണം. അത് വെടിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റും. ഔദ്ധത്യം 2 രീതിയിൽ വരാമെന്നാണ് വിശുദ്ധര് പഠിപ്പിക്കുന്നത്, സഭ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദൈവമില്ലേലും എനിക്ക് മാനേജ് ചെയ്യാം, ഞാൻ പ്രാർത്ഥിച്ചില്ലേലും എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും, എനിക്ക് ആവശ്യത്തിലേറെ പണമുണ്ട്, എനിക്ക് ആവശ്യത്തിലേറെ പിടിപാടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അഹങ്കാരത്തിൽ ജീവിക്കാൻ പറ്റും. ഉപാധ്യായ 1:3 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എന്നെ ആര് താഴെ ഇറക്കും എന്ന് നീ ചിന്തിച്ച നിന്റെ അഹങ്കാരം
അതുമൂലം നീ തകർക്കപ്പെടും. അപ്പം അതിന് പകരം ദൈവമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 15:5 വായിച്ചാൽ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്തെങ്കിലും ഫലപ്രദമായത് വിജയപ്രദമായത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. ഒരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മോർ പ്രയർ ലെസ് വറി. ആകുലത, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയണമെങ്കിൽ, അതിൻ്റെ തോത് കുറയണമെങ്കിൽ പ്രാർത്ഥനയുടെ തോത് വർദ്ധിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഏത് സാഹചര്യത്തിന് മുമ്പിലും അവർക്ക് സമാധാനത്തോടു കൂടി മുമ്പോട്ട് പോകാൻ പറ്റുക. അത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എളിമ സമാധാനം പകരും. അഹങ്കാരം നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നം, അസമാധാനം അത് നമ്മളിലേക്ക് കൊണ്ടുവരും. ശരിക്കുള്ള സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എളിമയാണ്, ദൈവാശ്രയത്വം. ദൈവത്തെ കൂടാതെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് അഹങ്കാരമാണ്. രണ്ടാമതൊന്ന്, ഈ ഔദ്ധിത്യമായി മാറുന്ന ഒരു കാര്യം എല്ലാം ദൈവത്തെ ഏൽപ്പിക്കും. ഇന്ന് ചിലരെ കാണിച്ചായിരിക്കും അവരത്യാവശ്യം അവർ ചെയ്യേണ്ടിയിരുന്ന അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പണ്ടേ ദൈവം പ്രവർത്തിച്ചേനെ. അത് ചെയ്യല്ലേ, അല്ല ദൈവം എന്നാന്ന് ചെയ്യട്ടെ, ദൈവം സർവശക്തനല്ലേ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് നമ്മൾ അധ്വാനിക്കണം. അതിന് മനസ്സില്ലാത്ത മടിയന്മാർ അവർ ചെയ്യുന്നൊരു കാര്യം എല്ലാം ദൈവത്തെ ഏൽപ്പിക്കും. ഇത് രണ്ടും ശരിയല്ലെന്ന്. ഏറ്റവും നല്ല കോംബോ എന്ന് പറയുന്നത് എൻ്റെ അധ്വാനം ദൈവാനുഗ്രഹത്തോട് ചേരണം. അതിന് നമ്മൾ അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞ അധ്വാനിക്കുന്നവരെ എൻ്റെ പക്കലേക്ക് വരിക. ഈ അലസരായിട്ടുള്ളവർക്ക് ദൈവത്തിൻ്റെ അടുത്തെത്താൻ പറ്റത്തില്ല. അവർ എൻ്റെ അടുത്തേക്ക് വരണ്ടെന്നാണ് കർത്താവ് പറഞ്ഞ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ സാഹചര്യത്തിൽ നമുക്ക് അധ്വാനിക്കാവുന്നത് പോലെ നമ്മൾ അധ്വാനിക്കണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, സക്കറിയ പ്രവാചകനിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ശുഭമായ ഭാവി, ആനന്ദിച്ച് ഉല്ലസിക്കുക. എപ്പോഴാണത് സാധ്യമാവുക? കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 16:11, ദൈവസന്നിധിയിൽ ആനന്ദമുണ്ട്. ആരാണ് ദൈവസന്നിധിയിൽ എത്തുക, ദൈവസാന്നിധ്യം അനുഭവിക്കുക? പ്രാർത്ഥിക്കുന്നവർ, ദൈവാശ്രയത്വമുള്ളവർ. നമ്മൾ ദൈവത്തെ മുന്നിൽ നിർത്തി, പരിശുദ്ധാത്മാവിനെ മുന്നിൽ നിർത്തി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാര്യം നടക്കുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. ഈ ദൈവത്തെ കൂടാതെ നമ്മൾ കിടന്ന് കുറേ ചങ്ക് പൊട്ടിയാൽ അധ്വാനിക്കാന്നല്ലാതെ ഫലമുണ്ടാകണമെന്നില്ല. എത്രയോ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് പോയിട്ട് തൊപ്പിയിട്ട് വന്നവർ, വളരെ പേടിച്ച് വിറച്ച് പോയിട്ട് എന്നാൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ വ്യക്തികൾ, IELTS പാസ്സായ വ്യക്തികൾ, എന്താണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്? ദൈവം. അവരധ്വാനിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ദൈവാനുഗ്രഹമാണ് അവരെ മുന്നിലെത്തിച്ചത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, നമുക്ക് ഈ ആനന്ദമുണ്ടാകണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായി മാറേണ്ടത് ആനന്ദരം. നമ്മുടെ കവിള് തിളങ്ങിയാൽ പോരാ, ഹൃദയം തിളങ്ങണം, കണ്ണുകൾക്ക് തിളക്കമുണ്ടാകണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. നമുക്ക് കവിള് തിളങ്ങാനായിട്ട് ബ്യൂട്ടി പാർലറും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണിന് തിളക്കമുണ്ടാവും. ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ ആനന്ദം വളരെ വലുതായിരിക്കും, ഹൃദയാനന്ദം. അത് പ്രഭാഷകൻ 30-ാം അധ്യായം 16-ാമത്തെ വചനം വായിച്ചാൽ, ഹൃദയാനന്ദം അളവറ്റ സമ്പത്തിനേക്കാളൊക്കെ ഒരുപാട് വിലയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റോമാലേഖനം 6:16 നമുക്ക് ചിലപ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നിയേക്കാം. പക്ഷെ ആ ഒരു സന്ദേശം കർത്താവ് നമുക്ക് തരുന്നത് കാണാൻ പറ്റും. ഒന്നുകിൽ നിനക്ക് പാപത്തിൻ്റെ അടിമയാകാം, അല്ലെങ്കിൽ നിനക്ക് യേശുവിൻ്റെ അടിമയാകാം.
ഇന്നത്തെ രണ്ടാം വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വേണമെങ്കിൽ നിനക്ക് ജഡത്തിൽ ജീവിക്കാം, വേണമെങ്കിൽ നിനക്ക് ആത്മാവിൽ ജീവിക്കാം. രണ്ടും നിൻ്റെ മുമ്പിലുണ്ട്. ഇനി ഇതിൽ ഏത് തിരഞ്ഞെടുത്താലും ഓർത്തോണം, അതിൻ്റെ റിസൾട്ട് നമ്മൾ തന്നെ അനുഭവിക്കണം. ജഡത്തിലുള്ള ജീവിതം തിരഞ്ഞെടുത്താൽ 13-ാമത്തെ വചനം പറയുന്നത്, ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. മരണമാണോ വേണ്ടേ, അത് സ്വർഗമാണോ വേണ്ടേ? അതനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം. ആത്മീയരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. രണ്ടും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നരകത്തിൽ പോകാനുള്ള ഓപ്ഷനും സ്വർഗത്തിൽ പോകാനുള്ള ഓപ്ഷനും. ഏത് നിനക്ക് വേണം, നീ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് നീ എത്തും. നമുക്കറിയാലോ, നമ്മൾ ഏറ്റുമാനൂർക്ക് പോകണമെങ്കിൽ കാര്യസ്വാനിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് റൈറ്റ് എടുത്ത് പോകണം. ഇനി ലെഫ്റ്റ് എടുത്ത് പോയാൽ വേണം നീണ്ടൂരി. ഏറ്റുമാനൂരാ പോകണമെങ്കിൽ റൈറ്റ് എടുത്ത് പോകണം എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള പാത കൃത്യമായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നരകത്തിലേക്കുള്ള പാത ഏതാണെന്നും കർത്താവ് നമ്മുടെ മുമ്പിൽ വചനത്തിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റണം. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, അഹങ്കാരം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും, എളിമ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും. അഹങ്കാരം നരകത്തിലെത്തിക്കും, എളിമ സ്വർഗത്തിലെത്തിക്കും. അഗസ്തീനോസ് പറഞ്ഞിങ്ങനെയാണ്, മാലാഖമാരെ പോലും പിശാചുക്കളാക്കിയത് അഹങ്കാരമാണ്. നമുക്കറിയാലോ, യെശയ്യാ 14:12 മുതൽ 14 വരെ വായിച്ചാൽ മതി. ആ പ്രഭാത നക്ഷത്രം ഉന്നതത്തിലായിരുന്നത് തറയിലേക്ക് വെട്ടിവീഴ്ത്തപ്പെട്ടതിൻ്റെ കാരണം എന്തായിരുന്നു? അഹങ്കാരം. മാലാഖയെ പോലും പിശാചാക്കി മാറ്റും. എന്നാൽ എളിമയുടെ ഒരു പ്രത്യേകത, എളിമ മനുഷ്യരെ മാലാഖയ്ക്ക് തുല്യമാക്കി മാറ്റും. ഏതാ വേണ്ടത്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അഹങ്കാരത്തിൽ തുടരണോ, എളിമപ്പെടാൻ തയ്യാറാകണോ? അതനുസരിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മൾ തന്നെ കാണേണ്ടി വരും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞെന്താ? നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, എന്നിൽ നിന്നും പഠിക്കേണ്ടത് എളിമയോടെ ജീവിക്കാൻ. നമുക്ക് കാണാൻ സാധിക്കും, പല പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാർ, അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ വാളുകൊണ്ട് 33 വർഷം ജീവിച്ചിരുന്നുള്ള, യേശു മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. വാളുകൊണ്ട് ലോകം വെട്ടിപ്പിടിച്ചവൻ, യേശുവോ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയവൻ. യേശുവിനുണ്ടായിരുന്ന അത്രയും ഫോളോവേഴ്സ് ആർക്കെങ്കിലും ഉണ്ടോ? യേശു അതിനായിട്ട് രാപകൽ ചങ്ക് പൊട്ടി അധ്വാനിച്ചോ? ആൾക്കൂട്ടം വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവരെ കൂട്ടത്തിൽ നിർത്തുക. വലിയ ജനാവലി വന്ന സമയത്തും യേശു വിജനസ്ഥലത്തേക്ക് മാറി പ്രാർത്ഥിച്ചിരിക്കുന്ന കാണാൻ പറ്റും. ലൂക്ക 5:15 മുതൽ വായിക്കുമ്പോൾ അതാണ് നമ്മൾ കാണുക. എന്നിട്ട് യേശുവിൻ്റെ പ്രശസ്തി വല്ലതും കുറഞ്ഞു പോയോ? ലോകപ്രശസ്തനായി. ഇനി സീസർ, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ വാളുകൊണ്ട് ലോകം കീഴ്പ്പെടുത്താൻ നോക്കി, നസ്രായനായ യേശുവോ സ്നേഹം കൊണ്ട്. നീ ചെയ്തതാണ് കറക്റ്റ്. അതാണ് ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പോലും വിളിച്ചു പറഞ്ഞത്. മഹാനായ അലക്സാണ്ടർ ഒരു രോഗം വന്നിട്ട് പുള്ളിക്ക് അതിനകത്തുനിന്ന് കരകയറാൻ പറ്റിയില്ല. മരിക്കുമെന്ന് ഉറപ്പായപ്പം പുള്ളി ചികിത്സിക്കുന്നവരോട് പറഞ്ഞാണ്, ഒരു 10 മിനിറ്റ് കൂടെ എങ്ങനെയെങ്കിലും, ഇപ്പോഴൊക്കെയാണ് വല്ല വെന്റിലേറ്ററിലിടാം, ഒന്നാതില്ലായിരുന്നു വെന്റിലേറ്റർ, 10 മണിക്കൂർ ഞാൻ സമ്പാദിച്ച ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഒക്കെ തന്നേക്കാൻ വേണേ. ഞാൻ അവർ പറഞ്ഞു നടക്കുകയില്ല. ചില കേസിലൊക്കെ വൈദ്യശാസ്ത്രം കൈമലർത്തി കാണിക്കും, നടക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആവശ്യപ്പെട്ട ഒരു കാര്യം, ഞാൻ മരിച്ചെന്നെ പെട്ടി വെച്ച് അടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം, എൻ്റെ 2 കൈയും പുറത്തോട്ടിട്ടേര്, empty handed, I am going empty handed. ഇത്രയെല്ലാം പിടിച്ചടക്കിയെങ്കിലും ഞാനിതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകമൊന്നറിഞ്ഞോട്ടെ. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആ വ്യക്തികളുടെ അവസ്ഥ എന്തായിരുന്നു? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല, ദൈവരാജ്യം. അതിനുവേണ്ടി അത് നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത്രയും കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നമ്മളത് എടുത്ത് എളിമയുള്ളവരായിട്ട് ജീവിക്കുന്നതിന് പകരം അഹങ്കരിച്ച് നാശത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് വിഡ്ഢിത്തരമല്ലേ? തിരുത്തേണ്ടത് തിരുത്തി കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവരിൽ നിന്നും പഠിച്ച് എളിമയുള്ളവരായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും
അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.